ഇന്ന് ജൂലൈ 4. ഇങ്ങനൊരു ദിവസം ഇങ്ങനെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഹോസ്പിറ്റലിൽ പോകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ എനിക്കൊരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പം തൊട്ടേ എനിക്കിങ്ങനെ വയറിനകത്ത് അതായത് അടിവയറിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു പീരിയഡ്സിൻ്റെ വേദന വരുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് പേരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഡെലിവറി പെയിൻ ഇങ്ങനെയാണ് വന്ന് തുടങ്ങുന്നത്, ആദ്യം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വന്ന് തുടങ്ങുമെന്ന്. അപ്പോൾ അത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരു ഇത്ര മണിക്കൂറിന് ഇടവിട്ട് ചെറുതായിട്ട് വന്നും പോയി നിൽക്കുകയായിരുന്നു. വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷം ആയപ്പോഴത്തേക്ക് എനിക്കിങ്ങനെ പെയിൻ ഇത്തിരിയായിട്ട് ഇങ്ങനെ കൂടി തുടങ്ങിയിട്ട് അതും കുറച്ച് സമയം കഴിയുമ്പോൾ അതങ്ങ് മാറും. അത് കുറച്ച് സമയത്തേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഹോസ്പിറ്റലിലൊന്നും ഇപ്പോഴേ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഈ പെയിൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടിയിട്ടേയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രിയിൽ നമ്മൾ രാത്രിയിലല്ല വെളുപ്പിന് ഹോസ്പിറ്റലിൽ പോയതേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കിങ്ങനെ ഫ്ലൂയിഡ് പൊട്ടിപ്പോയതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് ഡോക്ടറെ വിട്ടു. പിന്നെ ഇന്നും ഈ പെയിൻ ഇങ്ങനെ വന്നതുകൊണ്ട് അത് മാത്രമല്ല, എനിക്ക് ചെറുതായിട്ട് സ്പോട്ടിങ് ആയി തുടങ്ങിയായിരുന്നു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഡോക്ടറെ വിളിച്ചു. അപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു നേരെ ഹോസ്പിറ്റലിൽ വന്നോളാൻ. അങ്ങനെ നേരെ നമ്മളങ്ങ് ഹോസ്പിറ്റലിൽ ചെന്നു. ഇനിയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് നേരിട്ട് പറയാം. കാരണം ആ ഒരു കുറച്ച് സമയത്തുള്ള വീഡിയോസ് ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല. ഒന്നാമത്തെ കാര്യം, കുഞ്ഞിനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതേപോലെ രണ്ടുപേരും ഭയങ്കര ടെൻഷൻ്റെ ഒരു മുൾമുനിയിൽ നിൽക്കാന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയിൽ നിൽക്കുകയായിരുന്നേ. അതുകൊണ്ട് പിന്നെ വീഡിയോസ് കുറച്ച്, അതായത് ഡെലിവറി കഴിയുന്ന ആ സമയം വരെയുള്ള വീഡിയോസൊന്നും എടുത്തില്ല. പിന്നെ അവിടെ ഫോണൊക്കെ നമുക്ക് വീഡിയോസ് എടുക്കാനും കുറച്ച് അലൗഡൊന്നും അല്ലായിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് പിന്നെ വീഡിയോസ് എടുത്തില്ല. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസാണ് പിന്നെ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ആ ഇടയ്ക്ക് നടന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് നേരിട്ട് പറയാം. അങ്ങനെ ഇവിടുന്ന് നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്നു, കാഷ്വാലിറ്റി കാണിച്ച് നേരെ എന്നെ ലേബർ റൂമിലോട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ നേരെ എന്നെ PV ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ PV ഒക്കെ ചെയ്തിട്ട് പിന്നെ അവിടെ നേരെ പിന്നെയും എന്നെ ലേബർ റൂമിലാക്കി. എന്നത്തേക്ക് എനിക്ക് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് വേദന കൂടി തന്നെ എനിക്ക് ഭയങ്കര വേദനയായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ നേരം വെളുത്താൽ മതി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഡോക്ടർ വന്നതിന് ശേഷം മാത്രം എന്തെന്ന് വെച്ചാൽ പറയാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. PV ചെയ്തപ്പോൾ എനിക്ക് വലിയ മാറ്റങ്ങളായിട്ടൊന്നും തോന്നിയില്ല. കുഞ്ഞങ്ങനെ താഴോട്ട് അങ്ങനെ അധികം വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് PV ചെയ്യുന്നുണ്ടായിരുന്നു രാത്രിയിൽ തന്നെ. അങ്ങനെ എങ്ങനെയൊക്കെയോ നേരം വെളുത്ത് ഡോക്ടർ വന്ന് കണ്ടു. പിന്നെ ഡോക്ടറും കൂടെ PV ചെയ്തു. അതിനുശേഷം പറഞ്ഞു നോർമൽ ഡെലിവറിയാണ്, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അപ്പോൾ നമുക്കൊരു 4-5 മണിക്കകത്ത് വെച്ച് ഡെലിവറി പ്ലാൻ ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്. അതായത് ആ സമയത്തായിരിക്കും ഡെലിവറി നടക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇതിൻ്റെ ഇടയിലാണ് ഒരു ട്വിസ്റ്റ് ഉണ്ടായത്. അതായത് എനിക്ക് നോർമൽ എന്ന് പറയുന്നത് സിസേറിയനിലോട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പെയിൻ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ മാറാവുന്ന രീതിയിലുള്ള പെയിനേ ഉള്ളൂ, അപ്പോൾ നിനക്കത് വേണമെങ്കിൽ എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഞാനത് വേണ്ട എന്ന് പറഞ്ഞെങ്കിലും എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. വേദന വെച്ചാൽ ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ കുഞ്ഞനോട് പോയി ഡോക്ടർ ചോദിച്ചു, അന്നേരം എപ്പിഡ്യൂറൽ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞൻ പറഞ്ഞു എടുത്തോ, കാരണം ഇത്രയും വേദന ഇങ്ങനെ നിൽക്കുകയല്ലേ, അതും വൈകുന്നേരം ആവും നമുക്ക് ഡെലിവറി നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ പിന്നെ സമാധാനിച്ചു, ഇനി എടുക്കുമ്പോഴെങ്കിലും വേദന കുറയുമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ലാസ്റ്റ്, അതായത് നമുക്ക് ഡെലിവറി നടക്കുന്നതിന് എനിക്കൊന്ന് 1 മണിക്കൂറിന് മുന്നേ കൊണ്ടാണ് എനിക്ക് എടുത്തിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു വേദനയ്ക്ക് കുറഞ്ഞൊരു ആശ്വാസത്തെ ഇങ്ങനെ കിടന്നപ്പോഴത്തേക്കും ഇടയ്ക്കിടയ്ക്ക് വന്ന് നേഴ്സുമാരൊക്കെ PV ചെയ്യുന്നുണ്ടായിരുന്നു. ഡോക്ടർമാരായാലും PV ചെയ്യുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് PVക്ക് ആണ് ആ ഒരു ട്വിസ്റ്റ് സംഭവിച്ചത്. വല്ലാത്തൊരു ട്വിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആ സമയത്ത് PV ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ ഫ്ലൂയിഡ് പൊട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ആകെ വെപ്രാളമായിരുന്നു. ചുറ്റിനും നിൽക്കുന്നവരൊക്കെ ആകെ വെപ്രാളം പിടിച്ചിട്ട് ഡോക്ടറിനെ വിളിക്കുന്നു, ഇങ്ങനെ കാണിക്കുന്നു. ഞാനിങ്ങനെ കിടന്ന് നോക്കുകയാണ്, എനിക്കൊന്നും മനസ്സിലാവത്തില്ലല്ലോ, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. അങ്ങനെ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഡോക്ടർ വന്ന് പറഞ്ഞു, മോളെ ഇനി ഇത് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം കുഞ്ഞ് മോശം പോയിട്ടുണ്ട്, അതായത് മഷി എന്നൊക്കെ പറയും കേട്ടോ, മഷി പോയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇത് കുഞ്ഞ് കഴിക്കുവാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, നമ്മൾ അത്രയും റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് വേഗം തന്നെ നമുക്കിത് സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ ഇങ്ങനെ എടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ആകെ ഒരു മരവിച്ച അവസ്ഥയിലായിരുന്നു ഞാൻ. എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല. പിന്നെ നമുക്ക് വേറെ ഒന്നും നോക്കത്തില്ല, നമ്മുടെ കുഞ്ഞ് സേഫ് ആയിരിക്കണം എന്നല്ലേ വിചാരിക്കത്തുള്ളൂ. ഞാൻ ശരി ഡോക്ടറെ എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ഞാൻ ലേബർ റൂമിൽ നിന്ന് മാറ്റിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റി.
പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞിനെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ആ എപ്പിഡ്യൂറിൽ എന്തിനാണ് എടുത്തതെന്ന് വരെ എനിക്ക് തോന്നി. കാരണം പെയിൻ ഒന്ന് കുറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ എടുത്തത്. അതൊരു മണിക്കൂറെങ്ങാണ്ടാണ് ഞാൻ ആ പെയിൻ കുറഞ്ഞിരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തലേന്ന് തൊട്ട് തുടങ്ങിയ വേദന ഞാൻ ഈ ഒരു പിറ്റേ ദിവസം ഉച്ച കഴിയുന്നവരെ 3 മണിക്ക് ശേഷമായിരുന്നു കേട്ടോ എനിക്ക് ഡെലിവറി നടന്നത്. അതുവരെ ഞാൻ അതിൻ്റെ തൊട്ട് മുന്നേ വരെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നു. ഈ സിസേറിയൻ ആയിരുന്നെങ്കിൽ എനിക്ക് ഡെലിവറി പെയിൻ അനുഭവിക്കേണ്ടായിരുന്നു എന്ന് തോന്നി. കാരണം ഇപ്പം ഞാൻ 2 വേദനയും ഒരേപോലെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് കുറേ പേര് വീഡിയോസ് എന്താ ഇടാത്തതെന്ന് ചോദിച്ചു. അതിൻ്റെ കാരണം എനിക്ക് ബോഡി പെയിനൊക്കെ ഭയങ്കര, അതായത് ഈ ഒരു സർജറി കഴിഞ്ഞിടത്തായാലും എനിക്ക് മൊത്തത്തിൽ വേദനയും കാര്യങ്ങളും ബുദ്ധിമുട്ടും നിറയെ ഉണ്ടായിരുന്നേ. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന എൻ്റെ ഫസ്റ്റ് സ്റ്റേജിലോട്ട് ഞാൻ കാലെടുത്ത് വെച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. എൻ്റെ കൗൺസിലിങ് കാര്യങ്ങളിലൊക്കെ പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളത് പിന്നീട് പറയാം. അതായത് എൻ്റെ ഡെലിവറി എക്സ്പീരിയൻസ് എന്താണ് എന്ന് പറയണതെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇതിനകത്ത് പറഞ്ഞാൽ എനിക്ക് തീരത്തില്ല, പിന്നെ ഭയങ്കര ലെങ്തി ആയിട്ട് വീഡിയോ പോവും. അതുകൊണ്ട് അതൊന്നും ഞാൻ ഇതിനകത്ത് പറയുന്നില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയാം കേട്ടോ. അങ്ങനെ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് നേരെ എന്നെ ICUലോട്ട് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് കുഞ്ഞിനെ NICUലോട്ട് കൊണ്ടുപോയി. പിന്നെ പിറ്റേന്നാണ് ഞങ്ങൾ രണ്ടിനെയും പുറത്തിറക്കിയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണെന്ന് തോന്നുന്നു കുഞ്ഞിനും അമ്മയും കൂടെ ജസ്റ്റ് എന്നെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം സർജറി കഴിഞ്ഞ് ഇങ്ങോട്ട് കയറ്റിയപ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി അവർ കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം അവർ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ തണുത്ത് വിറച്ചിങ്ങനെ കിടക്കുകയായിരുന്നേ. അത് കഴിഞ്ഞ് പിന്നെ 7 മണിക്കായിരുന്നു പിന്നെ നമുക്ക് കാണാനുള്ള ടൈം. അന്നേരം കുഞ്ഞ് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ, അമ്മ വന്നില്ലായിരുന്നു. അമ്മ വന്നപ്പോഴത്തേക്ക് NICയിൽ എന്തോ ആവശ്യത്തിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ അടുത്ത്. അങ്ങനെ കുഞ്ഞൻ വന്നപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. ആൾ കണ്ടപ്പോൾ പെട്ടെന്ന് പേടിച്ചു, എന്തിനാണ് നീ ഇതൊക്കെ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഭയങ്കര തണുപ്പും വിറയൽ പോലെ ആവുന്നുണ്ടായിരുന്നു, ഭയങ്കര വിറയലായിരുന്നു. അപ്പോൾ ഈ സർജറി ചെയ്യുന്ന ആ ഭാഗത്തൊക്കെ ഇങ്ങനെ വിറയ്ക്കുമ്പോൾ ഒക്കെ വേദന എടുക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ ഓക്സിജൻ മാസ്ക് ഇങ്ങനെ വെച്ചിട്ട് അത് വെക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തണുപ്പ് കുറയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെച്ച് തന്നു. അതിന് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അതങ്ങ് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഡെലിവറി നടക്കുന്ന സമയത്ത് അമ്മ പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മമ്മി ഉണ്ടായിരുന്നു കേട്ടോ. മമ്മി ഉണ്ടായിരുന്നു. കാരണം കുഞ്ഞിനെയൊക്കെ മമ്മി കണ്ടതിന് ശേഷമാണ് പിന്നെ വീട്ടിലോട്ട് പോയത്. ഇതൊന്നും വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ മമ്മി കുഞ്ഞിനെ കണ്ടിട്ട് പോയി. പിന്നെ ഞാൻ തിരിച്ച് ഇറങ്ങിയപ്പം പിന്നെ മമ്മിയെ കണ്ടില്ല. കയറുന്നതിന് മുന്നേ മമ്മിയും കുഞ്ഞിനെയാണ് കണ്ടിട്ട് പോയത് കേട്ടോ. എന്നിട്ട് ഇതൊക്കെയായിരുന്നു ആ ഒരു സമയത്ത് നടന്നത്. ഇനിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലായിട്ട് കാണാം കേട്ടോ. ബാക്കിയുള്ള വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് തിരിച്ച് വീട്ടിൽ വരുന്നവരെയുള്ള വീഡിയോസ് ഞാൻ കുറേശ്ശെ എടുത്തിട്ടുണ്ട്. ആ എടുക്കാൻ പറ്റിയൊരു സിറ്റുവേഷനൊന്നും ആയിരുന്നില്ല. അപ്പോൾ അതൊക്കെ നമുക്കിനി വീഡിയോയിൽ കാണാം. അങ്ങനെ ഡെലിവറി കഴിഞ്ഞ് പിറ്റേ ദിവസമായപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അമ്മയും കുഞ്ഞിനും എന്തെങ്കിലും നന്നായിട്ടൊന്ന് ഫുഡ് കഴിക്കുന്നത് പോലും. അതുവരെ ഇവരൊന്നും ഫുഡ് പോലും കഴിക്കുന്നില്ല, ഒരു ചായയിലൊക്കെയാണ് നിന്നതെന്നാണ് കേട്ടോ പറഞ്ഞത്. കാരണം ഒറ്റ ഇരിപ്പായിരുന്നു ലേബർ റൂമിൻ്റെ ഫ്രണ്ടിൽ. കാരണം എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. എനിക്ക് ആദ്യം നോർമൽ ഡെലിവറി ആണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് സിസേറിയൻ വേണമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞിനാണെങ്കിൽ ആകെ നിന്ന് വിറയ്ക്കുമായിരുന്നു. എൻ്റെ അടുത്ത് നേഴ്സുമാരായാലും ഡോക്ടർമാരായാലും വന്ന് പറയുന്നുണ്ടായിരുന്നു ഹസ്ബൻഡിന് നല്ല ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ആൾ പറഞ്ഞപ്പം തന്നെ ആൾ ഭയങ്കരമായിട്ട് ഒരു വല്ലാത്ത രീതിയിൽ നിൽക്കുകയാണ്. കരഞ്ഞൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. കണ്ണൊക്കെ നിറയുന്നുണ്ടായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. എനിക്കത് കേട്ടപ്പോൾ എനിക്കറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. കാരണം കുഞ്ഞിനങ്ങനെ ഒരു വിഷമം ഉണ്ട് എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക്. കാരണം അത് മാത്രമല്ല, എനിക്ക് ഡെലിവറി ടൈമിൽ ടെൻഷൻ ഉണ്ടാവുമെന്ന് കുറേ പേര് ചോദിച്ചു. എനിക്ക് ആ ഒരു സമയത്ത് ഡെലിവറിയുടെ കാര്യം ഓർത്തിട്ട് ഒന്നും എനിക്ക് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, കുഞ്ഞിൻ്റെ കാര്യം ഓർത്തിട്ട്. ആൾക്ക് വയ്യാണ്ടൊക്കെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഡെലിവറിക്ക് ചെല്ലുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്ക് ഓടയടിക്കുകയൊക്കെ വേണമല്ലോ. ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കൊരു പേടി ഉള്ളിൽ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. കാരണം കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ആവശ്യത്തിന് ഓടണമല്ലോ, വേറെ ആരുമില്ല. അമ്മയ്ക്കായാലും നമ്മുടെ കൂടെ നിൽക്കുമ്പോഴത്തേക്ക് കുഞ്ഞിനായിരിക്കുമല്ലോ പുറത്തോട്ടൊക്കെ പോകേണ്ടത്. അതുകൊണ്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെയോ എല്ലാം നല്ല രീതിയിൽ നടന്നു കേട്ടോ. അങ്ങനെ നമുക്ക് റൂം അന്നത്തെ ദിവസം കിട്ടിയില്ലായിരുന്നു. നമ്മൾ ചെന്നതിൻ്റെ അന്ന് നമ്മൾ റൂം ചോദിച്ചപ്പോൾ റൂം ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ആ ഒരു കാര്യമാണ് എനിക്ക് നെഗറ്റീവ് അടിച്ചത് ഞങ്ങൾക്ക് എല്ലാവർക്കും. എന്ന് വെച്ചാൽ നമ്മൾ ചെന്നപ്പോൾ റൂമില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാർഡ് തന്നു. വാർഡ് നമ്മൾ യൂസ് ചെയ്തതേ ഇല്ല. കാരണം കുഞ്ഞിനും അമ്മയും കൂടെ ലേബർ റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആട്ടോ ഇരുന്നത്. ആ വാർഡിലോട്ട് പോയിട്ടേ ഉണ്ടായിരുന്നില്ല. കുഞ്ഞിന് പോകാൻ പറ്റത്തില്ല വാർഡിൽ. അവിടെ വെളിയിൽ എവിടെയെങ്കിലും കിടക്കാനേ പറ്റത്തുള്ളൂ. അമ്മയ്ക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. പിന്നെ കുഞ്ഞിനെ അവിടെ ഇരുത്തിയിട്ട് അമ്മ എന്തായാലും പോവില്ലല്ലോ. അങ്ങനെ നമ്മൾ ചെന്ന് കഴിഞ്ഞതിന് ശേഷം വന്നൊരു പേഷ്യൻറ്റിന് അവിടെ റൂം കൊടുത്തു കേട്ടോ. അത് കണ്ടപ്പോഴത്തേക്ക് നമുക്കൊരു സങ്കടം തോന്നുകയില്ല. കാരണം നമ്മളല്ലേ ഫസ്റ്റ് വന്നത്. എന്നിട്ട് നമുക്ക് റൂം കിട്ടിയില്ല. മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു വിഷമമായിട്ട് തോന്നും. അതായിരുന്നു ഞങ്ങൾക്ക് കുറച്ചൊരു വിഷമം പോലെ തോന്നിയത്. ബാക്കി ഒന്നും ഒരു
ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഡോക്ടർമാരായാലും നേഴ്സുമാരായാലും എല്ലാവരും ഭയങ്കര കെയറിങ്ങും നമ്മുടെ അടുത്ത് നല്ല രീതിയിൽ സംസാരിക്കുകയും നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാട്ടോ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എല്ലായിടത്തും ചില ആൾക്കാർ കാണുമല്ലോ നെഗറ്റീവ് പോലെ, അതേപോലെ തോന്നി ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ കംപ്ലൈൻ്റ് ആയിട്ടൊന്നും പറഞ്ഞതൊന്നും ഇല്ല. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് ഇതാ അമ്മയും അച്ഛനും വന്നിട്ടുണ്ടായിരുന്നേ കായംകുളത്തുനിന്ന്. അങ്ങനെ അവരൊക്കെ വന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഉച്ചയൊക്കെ ആ ഒരു സമയത്ത് ഞാൻ ICUവിൽ തന്നെയാണ്. എന്നെ എപ്പോഴാണ് ഇറക്കുന്നത് ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ഫാമിലി മെമ്പർ അവിടെ ഉണ്ടായിരുന്നേ, അതുകൊണ്ടൊരു സമാധാനമൊക്കെ ഉണ്ടായിരുന്നു. അവരോട് കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നേ ഞാൻ. അങ്ങനെ എന്നെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണെന്ന് തോന്നുന്നു കേട്ടോ ഇറക്കിയത്. എന്നെയായിരുന്നു ലാസ്റ്റ്. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു പേഷ്യൻസ്. അവർ 3 പേരെ ഇങ്ങനെ ഓരോരുത്തരെ ഇറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ വന്നതിന് ശേഷമാണ് മോളെ പോയി അമ്മയും കുഞ്ഞനും കൂടെ പോയി മേടിച്ചുകൊണ്ട് വന്നത്. അങ്ങനെ റൂമിൽ വന്നിട്ടാട്ടോ ഞാനും മോളെ നല്ല പോലെ ഒന്ന് കാണുന്നത്. മറ്റേത് ഫീഡ് ചെയ്യാൻ വേണ്ടി രാത്രിയിൽ കൊണ്ടുവരുമെങ്കിലും നന്നായിട്ടും കാണാൻ പറ്റത്തില്ല. ലൈറ്റിന് വെട്ടം കുറവാണ് കേട്ടോ. ലൈറ്റ് ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ചേച്ചിമാരായാലും കാണിക്കും, സിസ്റ്റർമാരൊക്കെ കൊണ്ടുവന്ന് കാണിച്ച് അടുത്ത് ഇങ്ങനെ ചേർത്തിരുത്തിയിട്ട് പോകും കേട്ടോ. എന്നാലും അധികം നേരം കുഞ്ഞിനെ കാണാൻ പറ്റത്തില്ലല്ലോ. ആ ഒരു വേദനയിലും കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുമല്ലോ. അങ്ങനെ പിറ്റേന്ന് റൂമിൽ വന്നതിന് ശേഷം എനിക്ക് വേദനയുടെ അങ്ങേയറ്റമായിരുന്നു. എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. വന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഡോക്ടർ വന്ന് കണ്ടു. അതിനുശേഷമാണ് ഞാൻ ഫുഡ് എന്താണെന്ന് പറഞ്ഞ് കഴിക്കുന്നത് പോലും. കാരണം അന്ന് വീട്ടിൽ നിന്ന് പോയപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് പോയാട്ടോ. അതായത് ഉച്ചയ്ക്ക് കഴിച്ച ഫുഡ് വൈകിട്ടൊന്നും കഴിച്ചില്ല. അത് കഴിഞ്ഞ് പിറ്റേന്ന് എനിക്ക് ലേബർ റൂമിൽ വെച്ചിട്ട് ഇവർ ഫുഡ് വാങ്ങിച്ച് തന്നെങ്കിലും വേദന കൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു അരമുറി ഇഡ്ഡലി കഴിച്ചു, ഞാൻ ഛർദ്ദിച്ചു. പിന്നെ സർജറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫുഡൊന്നും കഴിക്കാനും പറ്റത്തില്ലല്ലോ. അങ്ങനെ പിന്നെ അന്നത്തെ ദിവസം ഒന്നും കഴിക്കുകയോ കുടിക്കുകയോ ഒന്നും ചെയ്തില്ല. പിന്നെ എനിക്ക് വെള്ളം കുടിക്കാൻ ചെല്ലുന്നപ്പോൾ ഒരു 8 മണിക്കൂറിന് ശേഷം ഇത്തിരി വെള്ളം തരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ നന്നായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട് സിസ്റ്റർമാരോട്. എനിക്കിത്തിരി വെള്ളം തരുമോ, എനിക്കില്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല എന്നും പറഞ്ഞ് കാറി കൂവിയൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ സിസ്റ്റർമാർ വന്ന് പറയുന്നുണ്ട്, അയ്യോ വെള്ളം തരാൻ പറ്റത്തില്ല, സർജറി കഴിഞ്ഞതല്ലേ ഉള്ളൂ, 8 മണിക്കൂറിന് ശേഷം തരാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും, തരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ തരാൻ പറ്റില്ല എന്നൊക്കെ പറയുമായിരുന്നേ. അങ്ങനെ പിന്നെ 8 മണിക്കൂറിന് ശേഷം ഇത്തിരി വെള്ളം തന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു ICUവിലൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ഇറങ്ങിയതിന് ശേഷം പിന്നെ കഞ്ഞിയെ കുടിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഫുഡ് കഴിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല, മനമറിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്കൂടെ പിന്നെ എല്ലാവരും വീഡിയോ കോളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു വാവയെ കാണാൻ വേണ്ടിയിട്ട്. കുഞ്ഞമ്മമാരൊക്കെ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് വീഡിയോ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരെയൊക്കെ കണ്ടു. പിന്നെ എനിക്ക് സെക്ഷൻ ആയതുകൊണ്ട് തന്നെ ആദ്യം പാല് കുറവായിരുന്നു. അപ്പം കുഞ്ഞിന് ഫീഡ് ചെയ്യുമ്പോഴത്തേക്ക് അധികം പാല് ചെല്ലുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവിടുന്ന് പൊടി മിൽക്ക് തരുന്നുണ്ടായിരുന്നേ. അതങ്ങനെ ശംഖിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ കലക്കി ശംഖിലൊഴിച്ച് അങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 2-3 ദിവസം അടുപ്പിച്ച് എനിക്ക് കഞ്ഞി തന്നെ ശരണമായിരുന്നു. കാരണം വേറെ ഒന്നും കഴിക്കേണ്ടതെന്ന് പറഞ്ഞായിരുന്നു. കഞ്ഞി കുടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. 2 ദിവസം ഇങ്ങനെ കഴിച്ചാൽ മതി. ഞാൻ പിന്നെ വരുന്നതിൻ്റെ അന്ന് വരെ ഞാനാണെങ്കിൽ കഞ്ഞി തന്നെയായിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത്. ലാസ്റ്റ് ദിവസമായിരുന്നു ഞാൻ ഇച്ചിരി ചോറ് കഴിച്ചത് കേട്ടോ. ഞാൻ പിന്നെ വിചാരിച്ചു കഞ്ഞി തന്നെ ആയിരിക്കും കുടിക്കേണ്ടതെന്ന് പറഞ്ഞ് കഞ്ഞി തന്നെ ആയിരുന്നു കുടിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും. ഈ ഒരു സമയത്ത് എല്ലാവരെയും, അതായത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഡെലിവറി കഴിഞ്ഞു, വാവേനെ ഒന്ന് കാണിക്കണം, വാവയായി എന്ന് പറയാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ വീഡിയോസൊന്നും ആ സമയത്ത് ഇടാൻ പറ്റിയില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒരു ഫോട്ടോ, നിന്ന കോലത്തിൽ തന്നെ ഞാനൊരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യാട്ടോ ചെയ്തത്. കാരണം മോളെ കാണാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. മെസ്സേജിലൂടെ ആയാലും കമൻസിലൂടെ ആയാലും എനിക്കത് കാണുമ്പം തന്നെ നിങ്ങൾക്ക് കുഞ്ഞിനെ കാണാൻ എത്രത്തോളം ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഡെലിവറി നടന്ന കാര്യമൊക്കെ അറിയാൻ വേണ്ടി എത്ര ആഗ്രഹമുണ്ടെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ടായിരുന്നു പിന്നെ ഒരു ഫോട്ടോ എങ്കിലും പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ അത് മോശമല്ലേ എന്ന് പറഞ്ഞ ആ ഒരു സമയത്ത് പിന്നെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തത്. അങ്ങനെ രാത്രിയിലായപ്പോഴത്തേക്ക് എല്ലാവർക്കും കൂടെ ഈ റൂമിൽ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ കുഞ്ഞിനും അച്ഛനും കൂടെ അങ്ങ് വീട്ടിൽ പോകാമെന്ന് കരുതി. അപ്പോൾ അമ്മമാർ 2 പേരും ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ എനിക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ പിന്നെ കുഞ്ഞെന്താ പോകാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. വേണ്ട എന്തുവാ രാവിലെ വന്ന് ഞാൻ പറയും. സൂക്ഷിച്ച് പതുക്കെ പോണേ.
അങ്ങനെ കുഞ്ഞിനും അച്ഛനും കൂടെ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രാത്രിയിൽ ഇവിടെ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. മോളാണെങ്കിൽ ഉറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. അമ്മമാർ രണ്ടുപേരും മാറിയും തിരിഞ്ഞ് എടുത്തും വെച്ചും തന്നെ ഇരിക്കായിരുന്നു. നേരം വെളുക്കുന്ന വരെ ഇത് തന്നെ ആയിരുന്നു അവസ്ഥ. ഇത് തന്നെ ആയിരുന്നു കേട്ടോ. ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വരെ അവൾ ഉറങ്ങത്തേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ പിറ്റേന്ന് ആയപ്പോഴത്തേക്ക് കുഞ്ഞൻ വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞൻ വന്നതിന് ശേഷം അച്ഛനും അമ്മയും കൂടെ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വീഡിയോസ് ഒന്നും എടുത്തില്ല. പിന്നെ പിറ്റേ ദിവസമാണ് അടുത്ത വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോഴത്തേക്ക് മമ്മി വന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കുറച്ച് വീഡിയോസ് ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ എല്ലാം ഒരുമിച്ചങ്ങ് ആക്കാമെന്ന് കരുതിയത്. അതായത് ഹോസ്പിറ്റൽ ഡേയിലുള്ള വീഡിയോസ് എല്ലാം കൂടെ ഒരുമിച്ചാക്കാമെന്ന് കരുതിയത്. അങ്ങനെ മമ്മി അന്ന് വന്ന് കുഞ്ഞിനെ കണ്ട്, അതായത് ഡെലിവറി നടന്നതിൻ്റെ അന്ന് കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട് പോയതേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഇന്നാണ് കേട്ടോ വന്നത്. അങ്ങനെ കുഞ്ഞിനെയൊക്കെ കണ്ട് കുറച്ച് നേരം അവളുമായിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. പിന്നെ എന്നെ രണ്ടിൻ്റെ തന്നെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഈ സ്റ്റിച്ചിട്ടെടുത്ത് നമ്മൾ വെള്ളം വീണുമ്പോൾ ഇനി പഴുക്ക് എന്തെങ്കിലും ചെയ്യുമെന്ന്. അപ്പോൾ ആ ചേച്ചിമാർ എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം തന്നെ എന്നെ നടത്തിക്കുകയും ചെയ്തായിരുന്നു. ആ 3ൻ്റെ നാട്ടോ എന്നെ കുളിപ്പിച്ചത്. അങ്ങനെ 3ൻ്റെ ഒന്ന് കുളിപ്പിയിട്ടൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതാ മരുന്നിടാൻ വേണ്ടിയിട്ട് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ സ്റ്റിച്ചിനകത്ത് മരുന്നൊക്കെ ഇട്ടിട്ട് അവർ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മമ്മി പിന്നെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അതായത് മമ്മി വന്നതിന് പ്രത്യേകിച്ച് ഒരു കാരണവും കൂടി ഉണ്ട്. കുഞ്ഞിനെയും കൂടെ കണ്ടതിന് ശേഷം നേരെ കൊല്ലത്ത് നമ്മുടെ വീട്ടിൽ പോയിട്ട് അവിടെ ചെന്ന് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പോകാമെന്നും പറഞ്ഞായിട്ടാണ് വന്നത്. നമ്മൾ ഇവിടുന്ന് ചെല്ലുമ്പോൾ ക്ലീൻ ചെയ്യാതെ കയറാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ മമ്മി പറഞ്ഞു അന്നേരം അമ്മ പോയാൽ എനിക്ക് പിന്നെ കുഞ്ഞിനെ എടുക്കാനും പിന്നെ എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പാടല്ലേ. അപ്പോൾ രണ്ടുപേരും എന്തായാലും വേണം കേട്ടോ. അതുകൊണ്ട് മമ്മി വിളിച്ച് പറഞ്ഞായിരുന്നു ഞാൻ പോയി ക്ലീൻ ചെയ്യാമെന്ന്. അങ്ങനെ മമ്മി അങ്ങോട്ട് പോയി. പിന്നെ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അതിന് ശാലിൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവർ വന്ന് കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ശാലിൻ്റെ കൂടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നിടത്ത് ഇവളും ഉണ്ട് കേട്ടോ. അപ്പം ലീവിന് അവൾ വന്നപ്പോഴത്തേക്ക് ഇങ്ങോട്ട് വന്ന് കുഞ്ഞിനെ കണ്ട് കുഞ്ഞുടുപ്പൊക്കെ തന്നിട്ടൊക്കെ ആയിട്ട് പോയത്. അവൾക്ക് പക്ഷേ ഇപ്പോഴൊന്നും ഇടാൻ പറ്റത്തില്ല. അങ്ങനെ ശാലുവിന് പിന്നെ വീഡിയോ കോളൊക്കെ ചെയ്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് സംസാരിച്ചിട്ടൊക്കെ അവർ പോയി. പിന്നെ എനിക്കിതാ കഞ്ഞി വന്നു. ഇന്നത്തെ കഞ്ഞി ശോകമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ശോകമായിരുന്നു. കാരണം ഇതിനകത്ത് കറികളൊന്നും ഉണ്ടായിരുന്നില്ല. ചമ്മന്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു തോരനോ ഒരു അച്ചാറെങ്കിലും മിക്കപ്പോഴും കാണുന്നതാണ്. ഇന്ന് അതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാനിത് കുടിക്കണോ വേണ്ടയോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ വീട്ടിൽ നിന്ന് മമ്മി ഉണ്ടെന്ന് ചമ്മന്തിയും അച്ചാറൊക്കെ അച്ചാറല്ല തോരനൊക്കെ എടുത്താണ് ഞാൻ പിന്നെ കഴിച്ചത്. പിന്നെ കുഞ്ഞിനെ കിടത്താനുള്ള ഒരു സംഭവം ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് കുഞ്ഞിനെ അതിനകത്താണ് കിടത്തിയത്. നമുക്ക് പാക്കേജ് എടുത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ആ സംഭവം കിട്ടിയത് കേട്ടോ. അങ്ങനെ പിന്നെ ഇനി പിറ്റേ ദിവസമാണ് നമ്മൾ വീഡിയോസ് എടുക്കാൻ തുടങ്ങിയത്. അതായത് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നതിൻ്റെ അന്നാണ് കേട്ടോ. അപ്പോഴത്തേക്ക് കുഞ്ഞിന് വാക്സിൻ എടുക്കാൻ ആ ഒരു ഡേറ്റ് ആയിരുന്നു തന്നിരുന്നത്. അതായത് ബുധനാഴ്ച ദിവസമാണ് വാക്സിൻ എടുക്കുന്നത്. അന്നാണ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത്. അങ്ങനെ സിസ്റ്റർമാർ വന്ന് തുള്ളിമരുന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് ഇതാ ഇഞ്ചക്ഷൻ ആരംഭിച്ചു കേട്ടോ. ഞാൻ ആ ഒരു സമയത്തൊന്ന് കരഞ്ഞതേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് അവൾ നിർത്തി. പക്ഷെ പിന്നീട് മൊത്തം കരഞ്ഞത് ഞാനായിരുന്നു. എനിക്കിപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പം തന്നെ എനിക്ക് പിന്നെ കരച്ചിൽ വരുന്നുണ്ട്. കാരണം ആദ്യമായിട്ട് അവളെ നമ്മൾ കുത്തിവെക്കുന്നതൊക്കെ കാണുമ്പോൾ അവളുടെ മേല് നോവുന്ന കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അത് ഏതൊരു അമ്മയായാലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ എന്താ പാക്കിങ് കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ സാധനങ്ങളൊക്കെ ഓരോ സൈഡിൽ എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്കാണെങ്കിൽ 3ൻ്റെ അന്നൊക്കെ എനിക്ക് വേദന അത്യാവശ്യം ഒന്ന് കുറഞ്ഞെനിക്ക് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ആ ഒരു രാത്രിയിലായപ്പോഴത്തേക്ക് കുഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. അതായത് ഭയങ്കര കരച്ചിലായിരുന്നു. നിർത്തുന്നേ ഉണ്ടായിരുന്നില്ല. അമ്മയുടെ അടുത്തായാലും കുഞ്ഞിൻ്റെ അടുത്തായാലും ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ എടുക്കുമ്പോഴായിട്ട് അവളൊന്ന് കരച്ചിൽ കുറയുന്നത്. അങ്ങനെ എടുത്ത് അവസാനം ഫീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങനെ എനിക്ക് നന്നായിട്ട് വേദന കൂടി. അന്നത്തെ ദിവസം ഞാനത് കിടന്നിട്ടേ ഉണ്ടായിരുന്നില്ല. രാത്രി മൊത്തം ഇങ്ങനെ ഇരുന്ന് കുഞ്ഞിനെ എടുത്ത് ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്ന കാരണം എനിക്ക് ഭയങ്കരമായിട്ട് വേദന കൂടി കേട്ടോ. പിറ്റേന്ന് ആയപ്പോഴത്തേക്ക് എനിക്ക് ഒട്ടും വയ്യാണ്ടായി. പിറ്റേ ദിവസം 4 എനിക്ക് തോന്നുന്നു 5ൻ്റെ അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോകാമെന്ന് ഇങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ല 4ൻ്റെ അന്ന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസമായപ്പോൾ എനിക്ക് വേദന നന്നായിട്ട് കൂടി. ഞാൻ ഡോക്ടർ വന്നപ്പോഴേ പറഞ്ഞു എനിക്ക് തീരെ വയ്യ, നല്ല വേദനയുണ്ടെന്ന്. അപ്പോൾ ഡോക്ടറിന് എന്നാൽ ഒരു ദിവസം കൂടെ നില്ലേ, നാളെ നമുക്ക് വേദന കുറവുണ്ടെങ്കിൽ പോകാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസമായപ്പോൾ ഇച്ചിരി ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ എത്രയും ദിവസമൊന്നും പറഞ്ഞാൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വീട്ടിൽ പോകാമെന്ന്. അങ്ങനെ പിന്നെ നമ്മൾ പോകാനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചു.
കുഞ്ഞിനെ ഞാൻ പൊതിഞ്ഞ് വെച്ചപ്പോഴത്തേക്ക് ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ചൂട് സഹിക്കാൻ പറ്റത്തില്ല ആൾക്ക്. എനിക്ക് ആ ഡെലിവറി സമയത്ത് അല്ല പ്രഗ്നൻസി സമയത്ത് ഉണ്ടായ ആ ഒരു ചൂട് പോലെ തന്നെയാണ് അവൾക്കും പൊതിഞ്ഞ് വെച്ച് അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഒരു ക്യാരിങ് ബെഡ് ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു കുഞ്ഞ് ആ ഒരു ഇതിനകത്ത് വെക്കാൻ പറ്റത്തേ ഇല്ല കേട്ടോ. അവൾക്കാണെങ്കിൽ അത് വെച്ചാൽ അവൾ ഭയങ്കര ബഹളമാണ്. ആ ഒരു ദിവസം ഞാൻ വെച്ച് നോക്കിയതേ ഉള്ളൂ കേട്ടോ. ഭയങ്കര ബഹളം കാരണം എടുത്തു. പിന്നെ ഇതുവരെ ഞാനത് യൂസ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതാ പൊതിഞ്ഞ് വെച്ചപ്പോഴും അവൾ ബഹളം ഇങ്ങനെ കാണിക്കായിരുന്നു ചൂട് കാരണം. അങ്ങനെ പിന്നെ നമ്മൾ വണ്ടിയിൽ കയറിയിട്ട് അതൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. എന്തിയേ ആള് ഒന്നാണ്ട് നമ്മള് വീട്ടിൽ പോവാ. വണ്ടി നിർത്തിയെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ വിട്ട് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാട്ടോ എന്തോ ഒരു വല്ലാത്തൊരു ആശ്വാസം തോന്നി. കാരണം 5 ദിവസം എന്നൊക്കെ പറയുന്നത് എനിക്കൊരു 5 മാസം പോലെയൊക്കെ ആയിരുന്നു തോന്നിയത്. നല്ല കണ്ടോ, അണ്ണന് വന്നല്ലോ. ഭാവയൊരു ചേട്ടുണ്ടേ ഇവിടെ കളിച്ചാനൊക്കെ. അവനെന്ത് ആ ശരി കള അങ്ങനെയുണ്ടോ? വീട് കണ്ടപ്പോഴേ സമാധാനമായത്. ഒത്തിരി ദിവസമായി. അങ്ങനെ നമ്മൾ വീട്ടിലൊരു 5:30 കഴിഞ്ഞപ്പോഴാട്ടോ എത്തിയത്. വൈകുന്നേരം ആയിരുന്നു ഡിസ്ചാർജ് ആയപ്പോഴത്തേക്ക്. അങ്ങനെ വീട്ടിൽ വന്നു. അമ്മ പിന്നെ ഇത് ആരതിയൊക്കെ ഒഴിഞ്ഞാട്ടോ കയറ്റുന്നത്. ആദ്യമായിട്ട് മോളെ നമ്മൾ വീട്ടിലോട്ട് കയറ്റിയല്ലേ. അപ്പോൾ എന്താ ആരതി ഒഴിഞ്ഞൊക്കെ കയറ്റാമെന്ന് കരുതി. എല്ലാവരുടെയും വീഡിയോസൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഡെലിവറി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്, കേക്ക് കട്ട് ചെയ്ത് ഭയങ്കര ഗ്രാൻഡ് ആക്കുന്നത്. പക്ഷേ ഇവിടെ കേക്ക് കട്ട് ചെയ്യുന്നത് പോയിട്ട് എനിക്കാണെങ്കിൽ ഒന്ന് നിൽക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് കയറി കിടന്നാൽ മതിയെന്നായിരുന്നു. കാരണം അത്രയ്ക്ക് നല്ല വേദനയായിട്ടോ. ഈ ഒരു വേദന എത്ര നാളുണ്ടായിരുന്നു എന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. സിസേറിയൻ കഴിഞ്ഞ് എല്ലാവർക്കും ഈ ഒരു വേദന അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അത്രയ്ക്ക് ബുദ്ധിമുട്ടായിട്ടോ. ഒരാളുടെ സഹായം ഇല്ലാതെ കുറേ നാളത്തേക്ക് നമുക്ക് പറ്റത്തേയില്ല. കിടക്കാനായാലും എഴുന്നേക്കാനായാലും എൻ്റെ പൊന്നി രക്ഷയില്ലാത്ത വേദനയാണ്. കിടക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞൊക്കെ കിടക്കണമെങ്കിൽ അയ്യോ ജീവൻ പോകുന്ന വേദനയാണ്. അതൊക്കെ ഇനി അങ്ങനെ ഇരിക്കട്ടെ. പിന്നെ മോളെ കാണുമ്പോഴാണ് ഒരു സന്തോഷം. അങ്ങനെ ഇതാ ഞാനും മോളും കൂടെ ഒരു സൈഡിലോട്ട് കിടന്നു കേട്ടോ. ഇനി നമ്മുടെ വ്ളോഗിനകത്ത് ഒരാളും കൂടെ ഉണ്ട്, അതായത് നമ്മുടെ മോളും കൂടെ ഉണ്ട്. അപ്പോൾ ചെറിയ ചെറിയ വ്ളോഗുകളായിട്ട് ഇനി വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ. ടാറ്റാ, സീ യു.